സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓരോ വാർത്തകൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാന ക്ഷേത്രത്തിലെ കുറച്ച് ലൈംഗിക പീഡന പരാതിയെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോ മൊബൈലും ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇതിങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അത് ചെയ്യാനുള്ള പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം എന്നുള്ള വിശുദ്ധമായ ക്ഷേത്രം. എന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. എന്റെ വീടിന്റെ അടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഞാൻ ഈ ക്ഷേത്രത്തില് മിക്കവാറും ഒരു മാസം 2-3 പ്രാവശ്യം ഞാൻ സന്ദർശിക്കാറുണ്ട്. ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ ഒരുവിധ എല്ലാ അമ്പലങ്ങളും ഞാൻ പോവാറുണ്ട്. അതിന്റെ പേരിൽ തന്നെ ഞാൻ ഈ അമ്പലത്തിനും പോവാറുണ്ട്. അത് വിഷ്ണുമായനെ ഇഷ്ടമാണ്, എല്ലാ ദൈവങ്ങളും ഇഷ്ടം തന്നെയാണ്. അപ്പോ ഈ പെരുങ്ങോട്ടൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അവണങ്ങാട്ട് കളരി, അതുപോലെ തന്നെ കാനാടി മഠം, അതുപോലെ തന്നെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം. അപ്പോ ഈ അവണങ്ങാട്ട് കളരിയിൽ നിന്നും ആവാഹിച്ച് എടുത്ത് പോയ ആൾക്കാരാണ്, തുടങ്ങിയ ആൾക്കാരാണ് മറ്റുള്ള എല്ലാ അമ്പലങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ അവണങ്ങാട്ട് കളരിയിൽ എപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ദേവസ്ഥാന ക്ഷേത്രത്തിലും നല്ല തിരക്കും എല്ലാം ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ കാനാടിമഠം അതിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ദേവസ്ഥാനത്തിന്റെ മുൻവശത്തായാലും ഒരുപാട് ഭയങ്കര കൊത്തുപണികളും ചിത്രപ്പണികളും അതുപോലെ തന്നെ സ്വർണം കൊണ്ട് പൂശിയ തരത്തിലുള്ള പല പല കാര്യങ്ങളോട് കൂടിയാണ് അവിടെ ഈ അമ്പലത്തിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള ഒരു അമ്പലം കൂടിയാണ് ഈ ദേവസ്ഥാന ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്തുള്ള കാനാടി മഠവും. ഞാൻ ഈ പറഞ്ഞ 3 അമ്പലങ്ങളിൽ ഞാൻ സ്ഥിരമായിട്ട് പോവാറുള്ള ആളായതിന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരാള് ഒളിവിലാണെന്നൊക്കെ നമ്മൾ അറിയാലോ. ഒരു പൂജാരി ഒളിവിലാണ്, ഒരു പൂജാരി അറസ്റ്റ് ചെയ്തു. അപ്പോ ഈ 2 വ്യക്തികളെയും ഞാൻ അവിടെ സ്ഥിരം കാണാറുണ്ട്. ഞാൻ എന്റെ കുടുംബം സ്ഥിരം സന്ദർശിക്കാറുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വിശ്വസിക്കുന്നത് വിഷ്ണുമായ എന്ന ദൈവത്തിലാണ്. അപ്പോ അതിന്റെ പേരിൽ തന്നെ അവിടെ പൂജ ചെയ്യുന്ന ആൾക്കാരിൽ ഞങ്ങള് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ഇന്നേ വരെ ഇപ്പൊ 10-11 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ക്ഷേത്രം അതിന്റെ പേരിൽ തന്നെ അവിടെ ഭക്ഷണം കഴിക്കാറുണ്ട്, പ്രസാദം മേടിക്കാൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പൈസകൾ, അതായത് ഒരു 100 രൂപ താഴെയുള്ള പൈസകൾ മാത്രമാണ് ഞങ്ങൾ ആ ഭണ്ണാരത്തിൽ ഇട്ടിട്ട് പോരാറുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പൂജകൾ ചെയ്യുകയോ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പൂജാരിയോട് പറയുകയോ തന്ത്രിയോട് പറയുകയോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോ ഒരുവിധ ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ തന്ത്രികളോടും മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയി പറയുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കുക, മനസ്സിലാകുന്ന കാര്യം, ഒരു പൂജാരിക്കും ഒരു തന്ത്രികൾക്കും നമ്മളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രശ്നം മാറ്റാൻ അവർക്കൊന്നും സാധിക്കില്ല. അതിന് സാധിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുക. ഒരു മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. പ്രാർത്ഥിക്കുക, പോരുക. ഒരു പൂജയും കാര്യങ്ങളും നമ്മൾ 1000, 10,000, 25,000 മുടക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇല്ല. എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇന്നൊരു പൂജയും ചെയ്തിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്, അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോ നമ്മളിപ്പോ ഇതിനകത്ത് കുറെ ചാറ്റിങ്ങിന്റെ സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകൾ, റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങൾ എല്ലാം ഇതിനകം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ ഞാനായിട്ട് ഇനിയിപ്പോ അത് കാണിച്ചു തന്ന് വെറുതെ സമയം വലിച്ചു കിട്ടുന്നില്ല. അപ്പോ അതിനകത്ത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും അതിനകത്ത് ചാറ്റിംഗ് ഉണ്ട്, സംസാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ, അതായത് ആ കണ്ടതും കേട്ടതും ഒറിജിനൽ ആണെങ്കിൽ, ഒറിജിനൽ ആ പൂജാരിയുടെ വോയിസും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആ കണ്ട കാര്യത്തില് ആണും പെണ്ണും അതിൽ തെറ്റുകാരാണ്. രണ്ടാമത് തെറ്റുകാരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന യുവതി, ആ പെണ്ണ് ഈ പൂജാരിയോട് സംസാരിക്കുമ്പോ അവർക്കെല്ലാം ഓക്കെയാണ്. ആ പൂജാരി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ആണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അഥവാ ആ പൂജാരിയുടെ ഭാഗത്ത് നിന്ന് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് നിർത്താം. ഇവരത് നിർത്തുന്നില്ല. ഇവര് പിന്നെയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ തെറ്റുകാര് ആരാണ്? രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണ്, അല്ലെങ്കിൽ രണ്ടുപേരും തെറ്റുകാരല്ല. മനസ്സിലായോ? പിന്നെ ഈ നമ്മുടെ പൂജാരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ആളുടെ ശബ്ദം ആണെങ്കിൽ തന്നെ ഒറിജിനൽ ആണെങ്കിലാണ് ആള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ആൾക്കാർ, അതായത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാന ക്ഷേത്രം. ഒരുപാട് സെലിബ്രിറ്റികള്, രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും വ്ളോഗും കാര്യങ്ങളും എല്ലാം, അത് ഭയങ്കര ഒരു എന്താ പറയാ, പരസ്യം ഒക്കെ പോലെയാണ് ഇവരുടെ അമ്പലത്തിനെ പറ്റി എല്ലാവരും ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലത്തിനും ഒരു പരസ്യങ്ങളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാലോ, ശബരിമല, ഗുരുവായൂർ, അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രം, കണ്ണൂര് മുത്തപ്പൻ ക്ഷേത്രം, ഓരോ അമ്പലത്തിനും, കൊടുങ്ങല്ലൂർ അമ്പലം, ആർക്കും പരസ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ അമ്പലത്തില് ഭയങ്കര പരസ്യമാണ്. ഭയങ്കരമായിട്ട് ഇവിടെ സെലിബ്രിറ്റികളും സിനിമാക്കാരും ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വേടൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേർക്ക് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥലത്ത് അവിടുത്തെ അത് നിയന്ത്രിക്കുന്ന തന്ത്രിമാർ, അത് പൂജാരികൾ, അവർ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് മെസ്സേജ് അയക്കാനോ കാര്യങ്ങൾക്കോ അത് വേണ്ടാത്ത രീതിയിൽ പോവാനോ അവരങ്ങനെ പാടില്ല ഒരിക്കലും. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരൊന്നും ശ്രദ്ധിക്കണമായിരുന്നു. ഞങ്ങൾ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. അത് ഞാൻ പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ആ പൂജാരി തന്ത്രിമാര് അവരാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നമുക്കിവിടെ അറിയില്ല ആരാണ് തെറ്റുകാരൻ, നമുക്കറിയില്ല. അതിനാണ് പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. പിന്നെ അവരുടെ വീട്ടിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പോ അദ്ദേഹത്തിന്റെ മകള് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനകത്ത് കുറെ വീഡിയോസും ഫോട്ടോസും കാണിച്ചിരുന്നു. ബണ്ണാനൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതും തല്ലിപ്പൊട്ടിക്കുന്നതും പലതും കാണിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഫുൾ CCTV കാര്യങ്ങൾ എല്ലാം ഉണ്ടെന്ന് ആ അടിച്ചു മാറ്റി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് അറിയാലോ. ഈ അടിച്ചു മാറ്റുന്ന പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സുള്ള ആൾക്കാരല്ല, ചെറുപ്പക്കാരാണ്. അവർക്ക് അറിയാം ഇവിടെ CCTV കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ അതിന് പേര് തന്നെ ഞങ്ങൾ ഇത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിടിക്കപ്പെടും എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് അവരത് ചെയ്തു എന്നുള്ളതിൽ എനിക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഈ തന്ത്രിമാര്, ഈ പൂജാരിമാര്, അവര് ഇങ്ങനത്തെ ഒരു വിഷയം ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ, വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ ആദ്യമായിട്ട് ഇതിന്റെ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോക്കായി എന്നുള്ളതാണ്. കാരണം എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ആകെ ഷോക്കായി എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ കൊണ്ട് പൂജയ്ക്ക് കൊടുക്കുക, ഒരുപാട് പൈസകൾ ഇവര് വാങ്ങി, അങ്ങനെയൊക്കെ കമന്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പോ അതിലൊന്നും മനസ്സിലാക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണില്ല. നമ്മൾ ഇവരെ തേടി തേടി അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരൊരു പൂജയുടെ പൈസ ഒരു 5000, 10000, 20000 ഒക്കെ പറയും. അപ്പോ നമ്മൾ ആ പൂജയ്ക്ക് പൈസ കൊടുക്കുന്നു. നമ്മൾ എന്തിനു കൊടുക്കാൻ നിൽക്കണേ? നമ്മൾ ഈ പണിക്ക് നിന്നിട്ടല്ലേ. നമ്മൾ ചെല്ലുക, തൊഴുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെണ്ണാത്ത് ഇടുക, പോരുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം നമ്മോട് കാശ് ചോദിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ അവർക്ക് അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവും കാര്യം അത് അവർ നോക്കട്ടെ. നമ്മൾ എന്തിനാ ഈ പൂജ ചെയ്യാനും കാലൊക്കെ നിൽക്കണേ? ഞാൻ ഇന്നേവരെ ഒരു പൂജയും കാര്യങ്ങളും ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. ഇപ്പൊ പൂജാരിയുടെ മകള് പറഞ്ഞു 2 കോടി രൂപ അവർ ആവശ്യപ്പെട്ടു, ഹണി ട്രാപ്പാന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ പൂജാരിയും കുടുംബവും ഇതിൽ തെറ്റുകാരാണെങ്കിൽ അവർക്ക് ആ 2 കോടി രൂപ കൊടുത്തൊക്കെ ഒതുക്കി തീർക്കാമായിരുന്നു. ഇത്രയും വലിയൊരു വിഷയമാവില്ലായിരുന്നു. അപ്പോ ആ 2 കോടി രൂപ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ചെറിയൊരു തുകയാണ്. കാരണം 2-3 ദിവസത്തെ വരുമാനമാണ് ഈ 2 കോടി രൂപ എന്ന് പറയുന്നത്. അവരത് ഒതുക്കി തീർക്കാതെ അവർ കേസായിട്ട് മുന്നോട്ട് പോവാൻ, അവർ സത്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർ തയ്യാറായതിന്റെ പേരിലാണല്ലേ നമ്മളിപ്പോ കണ്ട പത്രസമ്മേളനം കാര്യങ്ങളും. ഇപ്പൊ അദ്ദേഹം ഒളിവിൽ പോയിക്കാൻ തോന്നുന്നു, ചിലപ്പോൾ ജാമ്യം എടുക്കാനോ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് ആളുടെ നിരപരാധിത്വം തെളിയിക്കാനൊക്കെ ആയിരിക്കാം. അപ്പോ അതിൽ നമുക്ക് ഒരു വിശ്വാസതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഒതുക്കി തീർക്കാതെ അവർ ഇത്രയും വിഷയമാവും, അല്ലെങ്കിൽ അത് അവരുടെ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്ന് അറിഞ്ഞിട്ടും അവരത് മുന്നോട്ട് പോവുകയാണ്, നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോവുക. അപ്പൊ അതിലെന്തോ സത്യാവസ്ഥ ഉണ്ട്. മനസ്സിലായോ? പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പൂജാരിയുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഒരു പെണ്ണിങ്ങനെ ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ അദ്ദേഹത്തിനും അത് റോങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദമാണെന്ന് തന്നെ എനിക്കത് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. കാരണം അത്രയും ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് ഈ ഒരു വാർത്ത. അപ്പോ ഇതൊക്കെയാണ് എന്റെ അഭിപ്രായങ്ങള്. അപ്പോ സോഷ്യൽ മീഡിയ പറയുന്നതെല്ലാം സത്യമൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്റെ ഒരു അനുഭവം, എന്റെ അഭിപ്രായങ്ങളാണ്. എന്റെ വീടിന് തൊട്ടടുത്താണ് ഈ അമ്പലം. ഞാൻ ഇപ്പോഴും അറിയുന്നതാണ്, എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് ഈ വിഷ്ണുമായനെ കുറിച്ചും വിഷ്ണുമായ അമ്പലങ്ങളെ കുറിച്ചൊക്കെ നല്ലോണം അറിവുള്ള, അത്യാവശ്യം അറിവുള്ള ഒരാളായതിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്തത്. പിന്നെ ഈ പൂജാരിമാരും ഒക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയാണ്. അവിടെ പോകുമ്പോൾ കാണാറുണ്ട്. അത് നമ്മളോടൊക്കെ ഒരു നല്ല പെരുമാറ്റം. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളും ഞങ്ങൾ നിൽക്കാറില്ല. ഞങ്ങളൊക്കെ നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾ പോകുന്നു, പോരുന്നു, അന്നദാനം ഉണ്ടാവാറുണ്ട്, കഴിക്കുന്നു, പോരുന്നു. അപ്പോ ഇതിന് സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടത് പോലീസും
കോടതിയും അവരുടെ കുടുംബക്കാരുടെയും ആവശ്യമാണ്. മനസ്സിലായി? അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരൻ വന്ന് രണ്ടാളും തെറ്റുകാരാണ്. ആണും പെണ്ണും തെറ്റുകാരാണ്. കാരണം രണ്ടുപേരും സമ്മതത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കണേ. ഈ ചാറ്റിങ്ങാണ് പോയിക്കണേ. അപ്പോൾ ഇവരെ ഒരു ഹണി ട്രാപ്പ് പോലെ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ കുടുങ്ങാതിരിക്കലാണ് ഇവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അവർ നല്ല ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പോട്ടെ, എന്താ അറിയില്ല, നമുക്ക് സത്യാവസ്ഥ എന്താ അറിയില്ല. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.